നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കൽ. നോക്കാം വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പ്രതിഷേധ ചൂടറിഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇരച്ചുകയറി റീത്ത് വെച്ചു. സുരക്ഷാ വീഴ്ചയിൽ കന്റോൺമെന്റ് എസ്പിയോട് കമ്മീഷണർ വിശദീകരണം തേടി. പ്രതിഷേധത്തിന് പിന്നാലെ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പത്തനംതിട്ടയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ത്രി പങ്കെടുത്ത സംഘാടക സമിതി യോഗം കോൺഗ്രസ് പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. ആലപ്പുഴയിലെ ഉഷ ജോസഫിന്റേതടക്കമുള്ള ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. വീടിന്റെ ഗേറ്റ് അടിച്ചു തകർത്ത് പ്രവർത്തകർ മുന്നോട്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസുകാരെ തള്ളിമാറ്റി പ്രവർത്തകർ വീടിന്റെ മുൻവശത്തെത്തി. പ്രധാന കവാടത്തിൽ റീത്തും വെച്ചു. തിരികെ വീടിന് പുറത്തെത്തിയ പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തി. അതിനുശേഷം പോലീസ് വാഹനമടക്കം അടിച്ചു തകർത്തു. കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ തടഞ്ഞത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടർന്നതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് മിനിറ്റുകൾ മാത്രം അകലെയുള്ള മന്ത്രിയുടെ വസതിയിൽ അതിക്രമിച്ചു കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ചത് പോലീസിന് നാണക്കേടായി. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരണം തേടി. ഇതിനു പിന്നാലെ പത്തനംതിട്ട ജില്ലയിലും മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന തീയതി തീരുമാനിക്കാനുള്ള സംഘാടക സമിതി യോഗത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ മന്ത്രിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പോലീസും CPIM മന്ത്രിമാരും പ്രതിരോധം തീർത്തു. താൻ സംസാരിക്കുമ്പോൾ ആരും പ്രതിഷേധിച്ചില്ലെന്ന് മന്ത്രി വിശദീകരിച്ചു. എന്നെ ആരെങ്കിലും കൂവി വിളിച്ചില്ലല്ലോ, ഒരാളും കൂവി വിളിച്ചില്ല. ഞാൻ സംസാരിച്ചപ്പോ ഇവിടെ ഒരാളും സംസാരിച്ചോ? മന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. യൂത്ത് കോൺഗ്രസിന്റെ റീത്ത് വെച്ചുള്ള പ്രതിഷേധത്തിൽ രൂക്ഷ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് എന്നാണ് ആരോപണം. റീത്ത് വെച്ചത് അത്യന്തം ഗൌരവതരമായ സംഭവമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മന്ത്രിമാരുടെ വീട്ടിലേക്ക് കയറിയുള്ള സമരത്തോട് യോജിപ്പില്ല എന്ന് പ്രതികരിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. അങ്ങനെ പരിപാടിയൊന്നുമല്ല സാധാരണ റീത്ത് വയ്ക്കല്. പയ്യന്നൂരിൽ റീത്ത് വെച്ചതാരാ? ആ റീത്ത് വെച്ചതിന്റെ അർത്ഥം എന്താ? കൊല്ലുമെന്നാണ്. നിന്നെ ഞങ്ങൾ കൊല്ലും. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി. മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറയലല്ലോ ജോലി. ഇത് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. VD സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്ത് വെക്കും. പ്രതിഷേധങ്ങളോട് അങ്ങേയറ്റത്തെ പുച്ഛവും പരിഹാസവുമാണ് കേരളത്തിന്റെ ആരോഗ്യ മന്ത്രിക്ക്. ഇത്രയധികം ഈഗോയിസ്റ്റായി പെരുമാറുന്ന ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിനെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. അവരുടെ കൈവശമുള്ള ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായ റിപ്പോർട്ടുകൾ കൂട്ടിത്തുന്നി ഒരു പുസ്തകം ഇറക്കിയാൽ 5000 പേജിനപ്പുറം വരുന്ന പുസ്തകം ഇറക്കാൻ സാധിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിനകത്ത് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വയറിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ കേസെടുത്തു പോലീസ്. 2021 ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രമാണ് കേസിലെ പ്രതി. ചികിത്സാ പിഴവുണ്ടായ തീയതി FIRൽ രേഖപ്പെടുത്തിയതിൽ പോലീസിന് ഗുരുതര പിഴവുമുണ്ടായി. ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ കൊച്ചി അമൃത ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. മനുഷ്യജീവനും വ്യക്തിസുരക്ഷയ്ക്കും അപകടകരമാം വിധം പ്രവർത്തിച്ചുവെന്നാണ് ഡോക്ടർ ലളിതാംബിക കരുണാകരന് എതിരായ FIR. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവം നടന്ന 2021 കാലയളവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. ഉഷയുടെ ഭർത്താവ് ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ മാത്രം പ്രതി ചേർത്തുള്ള FIR. പരാതിയിൽ ഡോക്ടറുടെ അസിസ്റ്റന്റായിരുന്ന ആൾക്കെതിരെയും ആരോപണമുണ്ടെങ്കിലും പ്രതി ചേർത്തിട്ടില്ല. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ J ഷാഹിദയായിരുന്നു അസിസ്റ്റന്റ്. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്നും അമ്പലപ്പുഴ ഡിവൈഎസ്പി വ്യക്തമാക്കി.
എഫ്ഐആറിൽ സംഭവം നടന്ന തീയതി തെറ്റായി രേഖപ്പെടുത്തിയത് കോടതിയിൽ തിരിച്ചടിയായേക്കും. 2021 മെയ് 5 പകരം 2026 മെയ് 5 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാങ്കേതിക പിഴവാണെന്നും തീയതി തിരുത്തണമെന്നും ചൂണ്ടിക്കാണിച്ച് അമ്പലപ്പുഴ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. വയറിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുക്കാനായി ഉഷയെ കൊച്ചി അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. 24 ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടുത്സവം. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനെന്നും ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുമെന്നും ചെന്നിത്തല 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യം അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് ശരിയല്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 24നോട്. ആ വിധിന്യായം പരിശോധിച്ചാൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്ന് ബോധ്യപ്പെടും. 40 ദിവസം എന്തിനാണ് ശബരിമല തന്ത്രിയെ ജയിലിലിട്ടത് എന്നുള്ള മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം ഈ കേസുമായി അദ്ദേഹം ഒരു ഘട്ടത്തിലും ബന്ധപ്പെടുന്ന ഒരാളല്ല. കാരണം എന്താണ്? ഭരണപരമായ കാര്യങ്ങളിലൊന്നും തന്ത്രിക്ക് അധികാരമില്ല. വിവരങ്ങൾ നൽകാനായി തനേഷ് തമ്പി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. തനേഷ്, വിവിധ വിഷയങ്ങളെക്കുറിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയുണ്ടായി. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു? അമൃത, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുമായി രമേശ് ചെന്നിത്തല സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയാൽ, UDF അധികാരത്തിലേക്ക് എത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യമാണ്. എന്തായാലും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ കേരളത്തിലെ സീനിയർ നേതാക്കളെ വിളിച്ചുകൂട്ടി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ആദ്യത്തെ വിഷയം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നേതാവിനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഒപ്പം തന്നെ പിന്നീട് രണ്ടാമതൊരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നുണ്ട്, താൻ പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള ഏത് വിഷയത്തിലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം, അനുസരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു UDF അധികാരത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നേരത്തെ തന്നെ VD സതീശൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ആ കേൾക്കുന്നതിൽ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വസ്തുതയുണ്ട് എന്നുള്ളത് ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവഗണന ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ഒപ്പം തന്നെ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം നൽകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ UDF സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കും. ജനം സർക്കാരിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുകുമാരൻ നായരുമായിട്ടും NSSുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. ഒരുപാട് കാലം ഒരുപാട് ദൈർഘ്യമുള്ള ബന്ധമാണ് തങ്ങൾക്കിടയിലുള്ളത്. മാത്രമല്ല 9 വർഷത്തോളം NSSുമായി പിണങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം തനിക്കുണ്ടായിരുന്നു. അപ്പോഴും പോലും കഠിനമായ ഭാഷയിലൊന്നും വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും നല്ല ബന്ധമാണ് താൻ കാത്തു സൂക്ഷിക്കുന്നത്. സുകുമാരൻ നായർക്ക് പിണറായി വിജയനോട് ഏതെങ്കിലും തരത്തിലുള്ള ആരാധന ഉണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം, മറിയാമ്മ ഉമ്മൻ കഴിഞ്ഞ ദിവസം 24ൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് തനിക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ആലോചനയും നിലവിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. ശരി, തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. UDFൽ സീറ്റ് ചർച്ച നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി നാളെ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. CMP, RSP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിലും UDFൽ തീരുമാനം വൈകുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നതിനാൽ സ്ക്രീനിംഗ് കമ്മിറ്റി നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ആദ്യ പട്ടിക കൈമാറില്ല. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും സീറ്റ് ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ഇക്കാര്യം നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയുടെ ലക്ഷ്യം. നാളെ ഡൽഹിയിലെത്തുന്ന കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കളുമായി ചർച്ചകൾ നടത്തും. തമിഴ്നാട്ടിൽ DMK ആണോ TVK ആണോ ഒപ്പം കൂട്ടണമെന്നതിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം തുടരുകയാണ്.
ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ കോങ്ങാട് അടക്കമുള്ള സീറ്റുകൾ വച്ചുമാറുന്നതിലും തീരുമാനം ഉടൻ വേണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. അതേസമയം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിൽ തീരുമാനം വേഗത്തിലാക്കണമെന്ന് CMP, RSP പാർട്ടികൾ ആവശ്യപ്പെട്ടു. 3 ദിവസം കൊണ്ട് തീരുമാനം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് മറുപടി. UDF-ൽ കൃത്യമായ ചർച്ചകൾ നടക്കുന്നില്ലെന്ന പരാതിയും CMPക്കുണ്ട്. ജാഥ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പേ UDF-ന്റെ സീറ്റ് ചർച്ചകൾ തീരും എന്ന് പറഞ്ഞതാണ്. അത് തീർന്നില്ല. VD സതീശൻ നേരിട്ട് ജനങ്ങളോട് പറഞ്ഞതാണ് CMPക്ക് 2 സീറ്റ് ഉണ്ടാവും, 1-ൽ കൂടുതൽ MLA-മാരുണ്ടാവും, നാളെ തന്നെ തീർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടത്. അതേസമയം 40 സീറ്റുകളുടെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയെങ്കിലും നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറണ്ടെന്നാണ് തീരുമാനം. വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപനം നീളാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് കോൺഗ്രസ് നീക്കം. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സേവനം ലഭ്യമാക്കാൻ CPI കേരളത്തിന് പുറത്തുനിന്നുള്ള സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം അവതരണം നടത്തി. 25 സീറ്റുകളിൽ മത്സരിക്കുന്ന CPI 9 സീറ്റുകളിൽ മാത്രമേ ജയിക്കുള്ളൂ എന്നും പാർട്ടി അപകട മുനമ്പിലാണ് എന്നുമാണ് PR ടീമിന്റെ പ്രസന്റേഷനിൽ പറയുന്നത്. കോടികൾ ചെലവാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരെ കൊണ്ടുവരുന്നതിൽ പാർട്ടി നേതാക്കൾക്ക് അതൃപ്തിയുമുണ്ട്. സുനിൽ കനകോലുവിന്റെ സേവനം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ പാർട്ടി നേതൃത്വം കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്നതിനിടയിലാണ് CPI തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സഹായം തേടിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് PR ഏജൻസിയുടെ സഹായം തേടുന്നത് CPIയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. പാർട്ടിയുടെ രാജ്യസഭാംഗങ്ങളുടെ മുൻകൈയിലാണ് ഏജൻസിയുടെ വരവ്. ഇന്നലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം കേരളത്തിന് പുറത്തുനിന്നുള്ള സംഘം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾക്ക് മുന്നിൽ പ്രസന്റേഷൻ നടത്തി. ഇടതുമുന്നണി തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുന്ന PR സംഘം CPI അപകട മുനമ്പിലാണെന്നും മുന്നറിയിപ്പ് നൽകി. 25 സീറ്റുകളിൽ മത്സരിക്കുന്ന CPIക്ക് പരമാവധി 9 സീറ്റുകൾ വരെ ലഭിക്കാനേ സാധ്യതയുള്ളൂവെന്നാണ് പ്രവചനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കും മണ്ഡലങ്ങളിലെ മത-സാമുദായിക ഘടനയും വിശദീകരിച്ചുകൊണ്ടായിരുന്നു പ്രസന്റേഷൻ. കോടിക്കണക്കിന് രൂപയാണ് PR ഏജൻസിയുടെ പ്രതിഫലം. ഇത്രയും പണം ചിലവാക്കിക്കൊണ്ടുവരുന്ന ഏജൻസിയുടെ അവതരണത്തിൽ പാർട്ടി സഖാക്കൾക്ക് അറിയാവുന്നതും സൈബറിടങ്ങളിൽ ലഭ്യമാകുന്നതുമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂവെന്നാണ് നേതാക്കളുടെ വിമർശനം. വൻതുക ചെലവിട്ട് PR ഏജൻസിയെ കൊണ്ടുവരുന്നതിൽ CPI നേതാക്കൾക്കിടയിൽ വലിയ മുറുമുറുപ്പുണ്ട്. പ്രസന്റേഷൻ നടത്തിയതല്ലാതെ ഏജൻസിയുടെ സേവനം ലഭ്യമാക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർച്ച് 4-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനും ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. തന്ത്രിയുടെ അറസ്റ്റിനെതിരെ BJPയും കോൺഗ്രസും രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED നടത്തിയ റെയ്ഡിൽ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നു. EDയുടേത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്നായിരുന്നു വിമർശനം. ഇതിന് പിന്നാലെയാണ് തന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ED എത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2019-2025 കാലയളവിലുള്ള തന്ത്രിയുടെ സ്വത്ത് സമ്പാദനവും പരിശോധിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനോട് അടുത്തയാഴ്ച ഹാജരാകാനാണ് ED നിർദ്ദേശിച്ചിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിനെതിരെ BJPയും കോൺഗ്രസും രംഗത്തെത്തി. അറസ്റ്റിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. CPM-നെതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. ജനങ്ങളെ പറ്റിക്കാനായിരുന്നു തന്ത്രിയുടെ അറസ്റ്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 4.5 കിലോ സ്വർണം നമ്മളെ പുണ്യ ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്തു എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടും നടക്കുന്നത് ഒരു നാടകമാണ്. എല്ലാവർക്കും ബെയിൽ കിട്ടുന്നു, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ തന്ത്രിനെ ജയിലയക്കുന്നു, കോർട്ട് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയെ സമീപിച്ചു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പങ്കജ് ഭണ്ഡാരി ഹർജിയിൽ പറയുന്നു. 24 കൊച്ചി. 2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ രാത്രി 7-ന് ന്യൂസിലാൻഡ് പാകിസ്ഥാനെ നേരിടും. 2020 ലോകകപ്പിൽ ഇനി സൂപ്പർ പോരാട്ടങ്ങൾ. 4 ഗ്രൂപ്പുകളിൽ നിന്ന് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തവരെ സീഡിംഗിന്റെ അടിസ്ഥാനത്തിൽ 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. 1ാം ഗ്രൂപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ. 2ാം ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ടീമുകളും. ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കായിരിക്കും സെമി ബർത്ത്. ഗ്രൂപ്പ് 2-ലെ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മത്സരത്തോടെയാണ് സൂപ്പർ 8 പോരാട്ടങ്ങളുടെ തുടക്കം. ഗ്രൂപ്പ് എയിൽ നിന്ന്
4-ൽ 3 മത്സരങ്ങളും ജയിച്ചായിരുന്നു പാകിസ്ഥാന്റെ സൂപ്പർ 8ലേക്കുള്ള മാർച്ചിങ്. തോറ്റത് ഇന്ത്യയോട് മാത്രം. എന്നാൽ അവസാന മത്സരത്തിൽ നമീബിയെ 102 റൺസിന് തകർത്ത കിരീട പോരാട്ടത്തിലേക്ക് തിരിച്ചെത്തി മുൻ ചാമ്പ്യന്മാർ. സാഹിബ് സാദ ഫർഹാന്റെ ബാറ്റിംഗും എതിരാളികളെ വട്ടം കറക്കുന്ന സ്പിന്നറിയിലുമാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ. ആശങ്ക സൂപ്പർ താരങ്ങളായ ബാബർ അസമിന്റെയും ഷഹീൻ ഷാഫ്രീദിയുടെയും ഫോമിലും. കഴിഞ്ഞ കളിയിൽ പുറത്തിരുത്തിയ ഷഹീനെ ന്യൂസിലാൻഡിനെപ്പോൾ ഒരു കരുത്തുറ്റ ടീമിനെതിരെ കളിപ്പിക്കുമോ എന്നതിൽ വലിയ ആകാംക്ഷ. ടിം സിഫേർട്ട്, ഫിനലൻ, രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ തുടങ്ങി കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് കിവീസിന്റേത്. ക്യാപ്റ്റൻ മിച്ചൽ സന്നർ നയിക്കുന്ന ബൌളിംഗ് നിരയും മികച്ചത്. ലോകകപ്പിലെ നേർക്കുനേർ പോരാട്ടങ്ങളിൽ പാകിസ്ഥാനാണ് മുൻതൂക്കം. 7-ൽ 5 മത്സരങ്ങളിൽ ജയം. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.